ഹലോ, അസ്സാം വലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എന്താണ് എല്ലാവരുടെയും വിശേഷങ്ങൾ? എല്ലാവർക്കും സുഖമല്ലേ? എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. വീഡിയോ ഫുള്ളായിട്ട് കാണുക. ഇന്ന് വന്നിട്ടുള്ളത് ചുട്ടരച്ച ഒരു രുചിയോട് കൂടിയ ഒരു മീൻ മസാലയായിട്ടാണ് വന്നിട്ടുള്ളത്. ഫ്രൈ ചെയ്യാനായിട്ടുള്ളതാണ്. അപ്പോൾ അതിനായിട്ട് നമ്മൾ ഈ CD മുള്ളനാണ് എടുത്തിട്ടുള്ളത്. നല്ല കയമ്പുള്ള മീനാണ്. അപ്പോൾ അതൊന്ന് കട്ട് ചെയ്ത് ക്ലീൻ ചെയ്തിട്ട് മാറ്റി വെക്കാം. ഇനി അതിലേക്ക് വേണ്ട സാധനങ്ങളാണ് ഇത്. മുളകുണ്ട്, ഉണക്കമുളകാണ്, ചെറിയ ഉള്ളി, അതുപോലെ തന്നെ ഒരു കഷ്ണം ഇഞ്ചി എടുത്തിട്ടുണ്ട്, വെളുത്തുള്ളി ഉണ്ട്, വേപ്പിൻ്റെ ഉണ്ട്, കാശ്മീരി മുളകും പൊടി എടുത്തിട്ടുണ്ട്. ഇനി ആ മുളകൊന്ന് ഒരു കമ്പിയുടെ മേലെ, അതായത് പപ്പടത്തിൻ്റെ കോലാണ്, അതിൻ്റെ മേലെ ഒന്ന് കുത്തി എടുക്കുന്നുണ്ട്. അങ്ങനെ എല്ലാതും ഒന്ന് ഇതുപോലെ ആക്കിയെടുക്കാം. അപ്പോൾ അതെല്ലാം അതുപോലെ ആക്കിയെടുത്തിട്ടുണ്ട്. ഇനി അതൊന്ന് നമ്മളെ ഗ്യാസ് ഒന്ന് ഓണാക്കി വെച്ചിട്ട് തീ കുറച്ചിട്ട് വേണം അതിൻ്റെ മേലെ ഇങ്ങനെ ഒന്ന് ചുട്ടെടുക്കാൻ. അടുപ്പിലാണെങ്കിൽ അങ്ങനെയും ചെയ്യാം, പക്ഷെ അതുപോലെ കിട്ടില്ലല്ലോ, പെട്ടെന്ന് കരിഞ്ഞു പോകും കണലൊക്കെ ആകുമ്പോൾ. അപ്പോൾ ഇതാകുമ്പോൾ നമുക്ക് ചെറുതായിട്ടൊന്ന് ഇതായി കിട്ടിയാൽ മതി ഇതുപോലെ. ഇനി അതൊന്ന് ഒരു പ്ലേറ്റിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് അതൊന്ന് മാറ്റി വെക്കാം. അപ്പോഴേക്കും ചെറിയ ഉള്ളി തൊണ്ട് കളഞ്ഞ് ഇതുപോലെ ആക്കി വെച്ചിട്ടുണ്ട്, അതുപോലെ തന്നെ വെളുത്തുള്ളിയും. ഇനി അതൊന്ന് ചെയ്തതുപോലെ കമ്പിയുടെ മേലെ എല്ലാതും ഒന്ന് കുത്തി വെച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഒരു 15-16 ഉള്ളിയാണ് എടുത്തിട്ടുള്ളത്. മാക്സിമം 16 ഉള്ളി ഉണ്ട്. ഇനി അതുപോലെ ചെയ്ത പോലെ തന്നെ ഗ്യാസിൻ്റെ മേലെ ഒന്ന് തീ ആദ്യം കുറച്ചിട്ട് വേണം അങ്ങനെ വേവിച്ചെടുക്കാം. പിന്നെ ഒന്ന് തീ കൂട്ടി വെച്ചിട്ട് ഒന്ന് ഇതുപോലെ ആക്കി എടുത്തിട്ടുണ്ട്. നന്നായി വേവൊന്നും വേണ്ട, 3/4 ഭാഗമായി കിട്ടിയാൽ മതി. ഇനി ഒരു പ്ലേറ്റിലേക്ക് മാറ്റി കൊടുക്കുന്നുണ്ട്, ആ മുളകിട്ട പ്ലേറ്റിലേക്ക് തന്നെ. ഇനി വെളുത്തുള്ളിയാണ് അതുപോലെ ചെയ്തെടുക്കുന്നത്. വെളുത്തുള്ളി അധികമൊന്നും എടുത്തിട്ടില്ല, ഒരു 5 അല്ലിയാണ് എടുത്തിട്ടുള്ളത്. ഇനി അതുപോലെ തന്നെ കമ്പിയുടെ മേലെ കുത്തിയെടുത്ത് ഇനി അതും ഒന്ന് ചുട്ടെടുത്തിട്ടുണ്ട്. ഇനി അതെല്ലാം കൂടെ ചൂടാറിയ ശേഷം ഒന്ന് മിക്സിയുടെ ജാറിലിട്ടിട്ടൊന്ന് പൊടിച്ചെടുക്കാം. അപ്പോൾ 3 അല്ലി വേപ്പിൻ്റെ ഇലയും അതിൽ ഉരിഞ്ഞ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതാ മിക്സിയിലേക്ക് എല്ലാതും ഇട്ട് കൊടുക്കുന്നുണ്ട്. നന്നായി വെണ്ണ പോലെ അരയേണ്ട ആവശ്യമൊന്നുമില്ല, ആ കുരൊക്കെ അതിൽ കിടന്നുകൊണ്ട് നല്ലതാണ്. അപ്പോൾ നന്നായി അരച്ചെടുക്കണ്ട. അപ്പോൾ അതിൻ്റെ കൂടെ ഒരു കഷ്ണം ഇഞ്ചിയും കൂടെ ഇട്ട് കൊടുത്ത് കാശ്മീരി മുളകും പൊടി 1 ടീസ്പൂണാണ് എടുത്തിട്ടുള്ളത്. ഉണക്കമുളക് ഒരു 10 എടുത്തിട്ടുണ്ടായിരുന്നത്. പിന്നെ കുറച്ച് സൊർക്ക ഒഴിച്ചു കൊടുക്കുന്നുണ്ട്, ഒരു കയ്യിൽ സൊർക്കയാണ് ഒഴിച്ചു കൊടുക്കുന്നത്. പിന്നെ പാകത്തിന് ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ടൊന്ന് അരച്ചെടുക്കാൻ. വെണ്ണ പോലെ അരയേണ്ട, ആദ്യം ഇതുപോലെ അരച്ചെടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് ഒരു സ്വല്പം വെള്ളം ഒഴിച്ചിട്ട് ഒന്നും കൂടെ ചെറുതായി അരച്ചെടുക്കാം. എന്നിട്ട് അതൊന്ന് മാറ്റി വെക്കുന്നുണ്ട്. ഇനി മീൻ ഒക്കെ ക്ലീൻ ചെയ്തതാണ്, കഴുകി വൃത്തിയാക്കി എടുത്ത് ഇനി അതിൽ ഒന്ന് വരഞ്ഞെടുക്കാം. 3 വര ആക്കിയിട്ടാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത് ഒരു മീനിൻ്റെ മേലെ. അപ്പം അങ്ങനെ 3 വര ഇട്ട് കൊടുത്തിട്ടുണ്ട്. അങ്ങനെ 2-3 മീൻ അങ്ങനെ ചെയ്യുന്നതാണ് കാണിച്ചിട്ടുള്ളത്. ഒരു മീൻ തല മുറിച്ചതാണ് കേട്ടോ അതിൽ കാണിച്ചിട്ടുള്ളത്. അപ്പോൾ എല്ലാതും അതുപോലെ വരഞ്ഞ് എടുത്തൊന്ന് മാറ്റി വെക്കുന്നുണ്ട്. ഇനി ആ മസാല ഒന്ന് മിക്സിയുടെ ജാറിൽ നിന്ന് ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഒരു പാത്രം എടുത്ത് അതിലേക്ക് ആ മസാല എല്ലാം ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് മീനൊന്ന് എല്ലാതും അതിലേക്ക് ഇട്ട് കൊടുത്ത് ഒന്ന് കായം തേച്ചെടുക്കാം. അപ്പോൾ ആദ്യം ഒന്ന് ഇട്ട് കൊടുത്തിട്ടാണ് കായം തേച്ചെടുക്കുന്നത്, അതിലൊന്ന് നന്നായി പിടിക്കാൻ വേണ്ടിയിട്ടാണ്. എന്നിട്ട് ബാക്കിയുള്ളതും അതുപോലെ തന്നെ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി എല്ലാതും ചെയ്തെടുത്ത ശേഷം അതിലേക്ക് നമ്മൾ മഞ്ഞൾപ്പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത്. മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തിട്ടില്ല. പിന്നെ കുറച്ച് വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുക്കുന്നത്. ഇനി അതെല്ലാം കൂടെ ഒന്നും കൂടെ മിക്സ് ചെയ്ത് കൊടുക്കാം എല്ലായിടത്തേക്കും ആവുന്നത് വരെ. അപ്പം അങ്ങനെ എല്ലാതും ആക്കിയെടുത്ത് ഒരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കുന്നുണ്ട്. എന്നിട്ട് 10 മിനിറ്റ് കഴിഞ്ഞ ശേഷമാണ് മീൻ ഫ്രൈ ചെയ്തെടുക്കുന്നത്. നല്ല രുചിയാണ് ഇങ്ങനെ ഉണ്ടാക്കി കഴിക്കാൻ. 10 മിനിറ്റൊക്കെ ആയി കിട്ടിയിട്ടുണ്ട്. ഇനി നമ്മൾക്ക് ഒരു പാൻ വെച്ച് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ഫ്രൈ ചെയ്യണത് എല്ലാതും വീഡിയോയിലൊന്നും കാണിച്ചിട്ടില്ല, അപ്പോൾ ഒരെണ്ണം വെച്ചിട്ടാണ് ഫ്രൈ ചെയ്തെടുക്കുന്നത്. അപ്പോൾ കുറച്ച് തോനെ വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. പിന്നെ കുറച്ച് വേപ്പിൻ്റെ ഇലയും ഇട്ട് കൊടുത്തിട്ടുണ്ട്. അത് അടിയിൽ പിടിക്കണേ നല്ലതാണ്.
ഇനി അതിൽ വെച്ച് കൊടുത്ത് ആ ഭാഗം വെന്ത് കെട്ടി ഒന്ന് തിരിച്ചിട്ട് കൊടുത്തിട്ട് പാത്രത്തിലേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ആദ്യം ഒരെണ്ണം വെച്ചിട്ടാണ് ഫ്രൈ ചെയ്ത് എടുത്ത് കാണിച്ചത്. പിന്നെ 2 വെച്ചിട്ട് കുറച്ചും കൂടെ വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് ഫ്രൈ ചെയ്ത് എടുത്തിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കുക, നല്ല രുചിയാണ്. ഇപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. വീഡിയോ ഫുള്ളായിട്ട് കാണുക. ഇനി മറ്റൊരു വീഡിയോയുമായിട്ട് വരാം.